വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അണിച്ചമിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ മക്കളെ, നമുക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബേസിക് സയൻസിലെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാജിക് ഓഫ് സെൻസസ് അല്ലെങ്കിൽ ഇന്ദ്രിയജാലം എന്ന് പറയുന്ന ഒരു അടിപൊളി യൂണിറ്റ് ആണ്. അപ്പൊ അതിന്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫുൾ സെറ്റ് ആക്കി എന്റെ മക്കളെ പഠിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം അല്ലെ. എത്രണ്ണമുണ്ട്? 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണ്, അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ പല ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചു വന്നതാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് റീകോൾ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയായിരുന്നു നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ 5 സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ടേസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾക്കറിയാം, നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തു തന്നാൽ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഏതാണ്? നമ്മുടെ ടങ് അല്ലെങ്കിൽ നാവാണ്. അതുപോലെ തന്നെ ടച്ച് മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സ്കിന്നാണ്. അതുപോലെ തന്നെ ഹിയറിംഗ്, നമുക്ക് കേൾവി സാധ്യമാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഇയർ ആണ്. അതുപോലെ കാഴ്ച സാധ്യമാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ 2 കണ്ണുകളാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫുഡ് ഐറ്റംസിന്റെയും അല്ലെങ്കിൽ വേറെ എന്തിന്റെയും ആയിക്കൊള്ളട്ടെ അതിന്റെയൊക്കെ സ്മെല്ല് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന നമ്മുടെ നോസ് ആണ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കണ്ണുകൾ അല്ലെ. നമുക്കാണെങ്കിലും മറ്റു ജീവജാലങ്ങളുടെ ആണെങ്കിലും ഒക്കെ കണ്ണുകളുടെ പൊസിഷൻസ് ഒക്കെ വ്യത്യാസമാണ്. അങ്ങനെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് തന്നെ അവയ്ക്ക് ആ പരിസ്ഥിതിയുമായിട്ട് ഉള്ള ആ ഒരു ബന്ധം എന്താണ്, വ്യത്യസ്തമാണ് അല്ലെ. ഇപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ, ഇപ്പൊ മത്സ്യത്തിന്റെ കേസ് പറയുവാണെങ്കിൽ നമുക്കറിയാം തലയ്ക്ക് ഇരുവശത്തുമാണ് എന്തുള്ളത്, മത്സ്യങ്ങൾക്ക് കണ്ണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചുറ്റുപാട് മുഴുവനായിട്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ചുറ്റുപാട് പെട്ടെന്ന് തന്നെ കണ്ണു കാണാനുമുള്ള കഴിവ് ആർക്കുണ്ട്? മത്സ്യത്തിനുണ്ട്. അതേസമയം നമ്മുടെ കണ്ണുകൾ എവിടെയാണ്? നമ്മുടെ കണ്ണുകൾ മുൻഭാഗത്താണ്. നമുക്ക് പുറം വശത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ പല ജീവികളുടെയും കണ്ണുകളുടെ പൊസിഷൻ വേറെയാണ്. അതുകൊണ്ട് അവയ്ക്ക് വളരെയധികം പ്രയോജനങ്ങളുമുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അല്ലെങ്കിൽ കണ്ണ് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒരു ചാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ കണ്ണു പരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്, സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കുറെ അക്ഷരങ്ങൾ, അത് മലയാളത്തിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയിക്കൊള്ളട്ടെ, അത് വലുപ്പ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചാർട്ട് പോലെ ഇവിടെ തൂക്കിയിട്ടതായിട്ട് എന്റെ മക്കൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിനാണ് ഇതിങ്ങനെ തൂക്കിയിട്ടത്? നമ്മളെ ഒരു നിശ്ചിത അകലത്തിൽ ഇരുത്തിയിട്ട് നമ്മളോട് അത് വായിക്കാൻ പറയും. മുകളിൽ നിന്ന് താഴ്ഭാഗത്തോട്ടാണ് നമ്മൾ വായിക്കുന്നത്. മുകൾ ഭാഗത്തുള്ള അക്ഷരങ്ങളൊക്കെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അത് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അടിഭാഗത്തോട്ട് പോകും തോറും നമ്മുടെ കാഴ്ചയുടെ ആ ഒരു പരിമിതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലാണ് കാഴ്ച പരിശോധന നടത്തുന്നത്. അപ്പൊ കാഴ്ച പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാർട്ട് നമ്മൾ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഈ ചാർട്ടിനെ വിളിക്കുന്ന പേര് മക്കൾ ഓർത്തിരിക്കുക, സ്റ്റെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് എന്താണ്, ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അല്ലെ. ഇനി ഈ കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഈ ചുറ്റുപാടും ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനുവേണ്ടി അവർ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് വേഗം ഒന്ന് നോട്ട് ചെയ്യണം. എന്റെ മക്കൾ ഈ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ നമ്മൾ ആ നമ്പർ എഴുതിയതിന്റെ ആ ഒരു സ്ഥലത്ത് തന്നെ ചെറിയ ചെറിയ ഡോട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രൊജക്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് ടച്ച് ചെയ്താൽ നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന റെയിൽവേ ട്രാക്കിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു ടൈലിനും ചില പ്രത്യേകതകൾ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ചുറ്റുപാട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്നതാണ് വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. ഈ വൈറ്റ് കെയിൻ അവർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്മാർട്ട് കെയിനും അവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ടാക്ടൈൽ വാച്ചിലൂടെ നമുക്ക് ടച്ചിലൂടെ ആ ഒരു സൂചി ടച്ച് ചെയ്തിട്ട് നമുക്ക് സമയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ടോക്കിംഗ് വാച്ച് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് മക്കളെ എബോട്ട്സ് മാപ്പ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ഒരു മാപ്പിൽ അതിന്റെ അതിർത്തികളൊക്കെ ജസ്റ്റ് അല്പം ഇച്ചിരി പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് അടയാളപ്പെടുത്തിയത്. അപ്പൊ നമുക്ക് ടച്ച് ചെയ്ത് ഓരോ രാജ്യങ്ങളും ഏതാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മക്കളെ ഈ കാഴ്ചക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അവര് ആ പരിസ്ഥിതിയുമായി അല്ലെങ്കിൽ അവർക്ക് ചുറ്റുപാടും സറൗണ്ടിങ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനായിട്ട് അവരെ സഹായിക്കുന്ന കുറച്ച് ഉപാധികളൊക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ ഈ കാഴ്ച കാണാത്തവര് അല്ലെങ്കിൽ കണ്ണ് കാണാത്തവര്
പഠിക്കുന്ന ഒരു ലിപിയുണ്ട്. ആ ലിപിയാണ് ബ്രെയിൻ ലിപി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ABCDEFG ആ ഒരു നമ്മുടെ ആൽഫബറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ താഴെ ചെറിയ ചെറിയ ഡോട്ടുകളില്ലേ, ആ ഡോട്ടുകൾ നോക്കിയാൽ അറിയാം ചില ഡോട്ടുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഒരു ഡോട്ട് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ 2 ഡോട്ട്, അങ്ങനെ ആ എത്ര ഡോട്ടുകളാണോ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ABCD ആ ഒരു ആൽഫബറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ അല്ലേടാ? അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഇത് സെറ്റ് ആക്കി പഠിക്കുക. കണ്ണിന്റെ പ്രത്യേകതകള്, കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാഴ്ച അല്ലെങ്കിൽ കണ്ണ് പരിശോധിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ. ബാക്കി ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ബാക്കി പോർഷൻസ് ഒക്കെ ആയിട്ട് ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.